ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും കുട്ടി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏകദേശം വീണ്ടും ഒരു മാസമായിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോയ്ക്ക് മുന്നിൽ വന്നിട്ട്. എൻ്റെ ഇൻട്രോന്റെ സോങ് എന്തോ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പിന്നെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുറച്ച് നാളുകൾ ഇങ്ങനെ കടന്നുപോയി. പിന്നെ എനിക്ക് വയ്യാതെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കേണ്ടി വന്നു. എന്താണെന്നറിയില്ല, ആരോ കണ്ണു വെക്കുന്നെന്ന് തോന്നുന്നു. പിന്നെയും ഓരോ വയ്യായികൾ വരികയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണോന്നോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നാളുകൾ ഇങ്ങനെ കടന്നുപോയി. വീഡിയോ ഇങ്ങനെ ലാഗായി പോകുന്നത്. ഇനി ഞാൻ ട്രാക്കിലായി വരുന്നു. അപ്പം അതുകൊണ്ട് ഇനി റെഗുലറായിട്ട് ഞാൻ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. എനിക്ക് കുറേ അപ്രിസിയേഷൻസ് വന്നായിരുന്നു. PCCൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്തതിനെ പറ്റിയിട്ട് കുറേ അഭിപ്രായങ്ങളും സജഷൻസും കമൻസും ഡൗട്ട്സും ഒക്കെ കുറേ മെസ്സേജസ് ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ മെസ്സേജസ് ഒക്കെ അയച്ച എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്, ഒത്തിരി താങ്ക്സ്. എന്താ പറയണ്ടതെന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ PCCയുടെ അനുബന്ധിച്ചുള്ളൊരു വീഡിയോ തന്നെയാണ്. PPF ഫോമിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. PPF ഫോം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം എങ്ങനെയാണ് മാക്സിമം സേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാനും ഇവിടെ റെഡി മണിയായിട്ടിരിക്കുന്നുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. PCC എന്നെല്ലാവരും കേട്ടിപ്പോൾ പരിചയമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. PCC ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എബ്രോഡൊക്കെ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എംപ്ലോയർ ആവശ്യപ്പെടുന്ന ഒരു ഫോമാണ് PCC എന്ന് പറയുന്നത്. PCCയുടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ഫോം തന്നെയാണ് PPFും. അപ്പോൾ ആ പ്രോസസ്സിലുള്ള ഒരു ഫോമിനെ പറ്റിയിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. PPF ഫോം, പേഴ്സണൽ പെർട്ടിക്കുലർ ഫോം, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ PCC എന്താണ്, PPF എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഡൗട്ട് ആയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ഞാനൊരു ചെറിയ ഇൻട്രോ തരാം. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെറ്റിങ്സിലൊക്കെ ഹെൽത്ത് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ഉള്ളൊരു ഡോക്യുമെന്റ് ആവാൻ പോകുന്നു. ഇപ്പോൾ എംപ്ലോയർ മിക്ക എംപ്ലോയേഴ്സും ചോദിക്കുന്ന ഒരു ഫോമാണ് PCC ഫോം എന്ന് പറയുന്നത്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ കുഴപ്പക്കാരൊന്നുമല്ല, നമ്മളുടെ നാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ കഴിഞ്ഞ് പോലീസും മറ്റ് മേധാവികളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ്. പ്രത്യേകിച്ച് കെയർ ഫീൽഡിലൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയർ ഫീൽഡിലൊക്കെ നമ്മൾ ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ജോലിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഉള്ള ഒരു ഫോമാണ് PCC എന്ന് പറയുന്നത്. അപ്പോൾ PCCയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് PCC എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാത്തവർ അതൊന്ന് കാണണം കേട്ടോ. നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. മാക്സിമം എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങളിൽ കുറേ പേരൊക്കെ കമൻറ്റ് ബോക്സിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഹെൽപ്പായി. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു പ്രത്യേകം താങ്ക്സ്. PPF ഫോം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തുന്ന ഫോമാണ് PPF ഫോം. ഓക്കെ, നമ്മളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മളുടെ ഹോം അഡ്രസ്സ്, നെയ്ബേഴ്സിന്റെ അടുത്തുനിന്ന് റെഫറൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതെന്താന്നൊക്കെ വിശദമായി നമുക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാം, ഒരുമിച്ച് ചെയ്യാം. ഫോം നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുക, എഴുതാൻ നോക്കുക. സിക്സ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ജോലിയുടെ ഹെഡ് എന്താ, ഇങ്ങനെയാണ് ജോലിനെ പറയാമെന്നറിയില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രി എഴുതിയാലും മതി. സെവൻത്ത് പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. 8, 9, 10 ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നേരത്തെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നാട്ടിലത്തെ, അതായത് ഇന്ത്യയിലെ ഡീറ്റെയിൽസും, റൈറ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടുത്തെ ഡീറ്റെയിൽസുമാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ബൈ ബർത്ത് ഞാൻ ഇന്ത്യനാണ്, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇന്ത്യൻ ഡീറ്റെയിൽസും, റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് UK ആയതുകൊണ്ട് UK അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസൊക്കെയാണ് കൊടുക്കുന്നത്. കൂടുതൽ അഡ്രസ്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് മറ്റൊരു PPF ഫോമിൽ അതെടുത്ത് എഴുതാം. ഓക്കെ. 10th പോയിന്റ് നമ്മുടെ റെഫറൻസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിൽ നാട്ടിലത്തെ റെഫറൻസും നെയ്ബേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ വെക്കാം. റൈറ്റ് സൈഡിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ റെഫറൻസ് കൊടുക്കാം. പ്രൊഫഷണൽ റെഫറൻസും കൊടുക്കാം, ഫ്രണ്ട്സ് റെഫറൻസും കൊടുക്കാം. ഇനി 11th സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് കിട്ടിയതെന്നാണ്. നോർമലി എല്ലാവർക്കും ബൈ ബർത്ത് ആവാനാണ് ചാൻസ്. ഇനി 12th എന്ന് പറയുന്നത്
നമ്മുടെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് തന്നെ, പാസ്പോർട്ട് നമ്പറും ഡേറ്റ്, പ്ലേസ് ഓഫ് ഇഷ്യൂ ഒക്കെ തന്നെ ആ പാസ്പോർട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള പേജിൽ, പാസ്പോർട്ടിൻ്റെ പേജിൽ അതുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് PPA ഫോമിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ PPA ഫോം ഒക്കെ കണ്ട് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടു ഡു ലിസ്റ്റും കൂടെ തരട്ടെ. കാരണം എനിക്ക് ടൈം സേവ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തതായിരുന്നു ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒട്ടും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു ടു ഡു ലിസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് PCC ആവശ്യമാണ് എന്ന് അറിയുന്ന നിമിഷം തന്നെ, ചിലപ്പോൾ ഇവിടുത്തെ സമയവും നാട്ടിലത്തെ സമയവും വ്യത്യാസമായതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റ്സും അതിൻ്റെ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് വരാനായിട്ട് ചിലപ്പോൾ 1-2 ദിവസം ലാഗായി പോകും. അപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാട്ടോ ഞാൻ പറയണേ. അപ്പോൾ അങ്ങനെ ലാഗ് വരുമ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ള ഡോക്യുമെന്റിന്റെ സമയവും ഇങ്ങനെ കൂടി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഞാനിപ്പോൾ UK താമസിക്കുന്നത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. UK പ്രോസസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കി രാജ്യത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പം വേറെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും PCC ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സും അങ്ങനെയുള്ളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ ഭയങ്കര ഹെൽപ്പായി. നമുക്കതൊരു പുതിയ അറിവും കൂടെ ആവും. ഓക്കെ, അപ്പം കാര്യത്തിലേക്ക് വരാം. അപ്പോൾ PCC ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് നാട്ടിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനാണ്. കുറേയൊക്കെ നാട്ടിൽ മാത്രം വേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ഇതൊന്നും ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഡോക്യുമെന്റ്സിൻ്റെ ഒക്കെ നമ്പറുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ സ്കാൻഡ് കോപ്പിയോ ഒക്കെ ഒന്ന് അയച്ചു തരാനായിട്ട് നാട്ടിലുള്ള ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. PCC ആപ്ലിക്കേഷൻ ഫോം ചെയ്യാൻ പാസ്പോർട്ടും BRPയും നമ്മളുടെ അരിയത്ത് എന്തായാലും വെക്കണം. എന്നിട്ട് വേണം നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ത്യയിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ നെയ്ബേഴ്സിൻ്റെ അഡ്രസ്സും കോണ്ടാക്ട് നമ്പറും അടക്കം കളക്ട് ചെയ്യാൻ മറക്കരുത്. അതായത് റെഫറൻസ്, നമ്മൾ PPA ഫോമിലേക്ക് റെഫറൻസ് ആവശ്യമുണ്ടല്ലോ, നിങ്ങൾ നേരത്തെ കണ്ടു. അപ്പോൾ ആ റെഫറൻസിനുള്ള ഡീറ്റെയിൽസും കൂടെ നമ്മൾ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ മുന്നത്തെ കോണ്ടാക്ട് നമ്പറൊന്നും ആയിരിക്കില്ല ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മാറ്റങ്ങളൊക്കെ വരും. എൻ്റെ അങ്ങനെയാണ് ഫസ്റ്റ് കോണ്ടാക്ട് നമ്പറോ റെഫറൻസ് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫസ്റ്റ് എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ഫസ്റ്റ് തന്നെ നമ്മളുടെ ഡോക്യുമെന്റ്സും റെഫറൻസ്, പോലീസ് സ്റ്റേഷൻ പരിധി, ഇതൊക്കെ ആദ്യം കളക്ട് ചെയ്യുക, നാട്ടിൽ നിന്ന് ഡീറ്റെയിൽസ് അറിയിക്കുക. പിന്നെ അതിനുശേഷം നമ്മളുടെ ചെക്ക് ലിസ്റ്റിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫോട്ടോ എത്ര 2x2 ആണെന്ന് തോന്നുന്നു സൈസ്, 2x2 ഇഞ്ചസ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. തിരക്കിട്ട് ആണ് നിങ്ങൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സ്ഥലത്തെ തന്നെയല്ലേ നമ്മളുടെ PCC ആപ്ലിക്കേഷൻ്റെ ഹെഡ്, ആ പേര് സെയിം തന്നെയല്ലേ എന്ന് നോക്കാൻ മറക്കരുത്. കാരണം ഞാൻ തിരക്കിൽ ഞാൻ അപ്ലൈ ചെയ്തത് എഡിൻബറയിലും, അതായത് സബ്മിഷന് ഞാൻ എടുത്ത സ്ഥലം എഡിൻബറയിൽ, അപ്പോയിൻമെൻറ്റും ഞാൻ ഫില്ല് ചെയ്ത ഫോം മാഞ്ചസ്റ്ററിൽ കൊടുക്കേണ്ടതായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്ലാഷ് വന്ന് ഇച്ചിരി ടെൻഷൻ അടിക്കേണ്ടി വന്നായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് ആ സ്ഥലത്തെ തന്നെയല്ലേ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ഫോം നമുക്ക് പ്രിൻ്റ് ഔട്ട് സെക്ഷൻ ലാസ്റ്റ് കാണുമ്പോൾ അവിടെ അറിയാൻ പറ്റും. ഇനി ആദ്യമേ കാണാൻ പറ്റണില്ല എന്ന് 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഫോം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സമയത്തൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഇല്ല നിങ്ങൾ തിരക്കൊന്നുമില്ല, നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് നോക്കിയാലും മതി. അപ്പോഴും ഈ സ്ഥലങ്ങൾ സെയിം തന്നെയല്ലേ, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്ന സ്ഥലത്തെ ഫോം തന്നെയല്ലേ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം.
പിന്നെ PCCന്റെ അപ്ലിക്കേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ചെയ്യാനിരിക്കുന്ന സമയം നമുക്ക് അത്രയും കുറയ്ക്കാം. പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്ത് പോകാം. എല്ലാവരും സ്റ്റക്കായി പോകുന്നത് PCCയുടെ അപ്ലിക്കേഷനിൽ നമ്മളുടെ പാസ്പോർട്ടിൽ ഫയൽ നമ്പർ എന്ന് ചോദിക്കും. അവിടെയാണ് എല്ലാവരും സ്റ്റക്കായി പോകുന്നത്. ആ ഡീറ്റെയിൽ എവിടെ നിന്ന് കിട്ടാന്ന് വെച്ചാൽ നമ്മളുടെ പാസ്പോർട്ട് ഉണ്ടല്ലോ, പാസ്പോർട്ടിന്റെ നമ്മുടെ ഫോട്ടോ പതിച്ചൊരു പേജ് അല്ലാതെ നമ്മളുടെ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുള്ള മറ്റൊരു പേജും കൂടി ഉണ്ട്, പ്രിന്റ് എടുത്തിട്ടുള്ളത് തന്നെ, പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് തന്നെ. ആ ഫോമിന്റെ ഏറ്റവും താഴത്തെ ഒരു ലൈനിൽ കാണാം നമ്മളുടെ പാസ്പോർട്ട് നമ്മൾ കൊടുത്തപ്പോഴുള്ള ഫയൽ നമ്പർ. അപ്പൊ അതാണ് ഈ ചോദിക്കുന്ന ഫയൽ നമ്പർ. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. എനിക്ക് കുറച്ച് പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ആ ഫയൽ നമ്പർ. അപ്പോൾ അവിടെയാണ് എല്ലാവരും സ്റ്റക്കായി പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ കയ്യിൽ ഏതൊക്കെ നമ്മളുടെ പ്രൂഫ് ഉണ്ടോ, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതൊക്കെ അരിയത്ത് കൊണ്ടുവച്ചിട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരുന്നാൽ നമുക്ക് ടൈം അത്രയും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ PCC അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് PPF ഫോം തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. PPF ഫോം നമുക്ക് മാനുവലിയും പ്രിന്റ് എടുത്ത് എഴുതി കൊടുക്കാം. അതാണ് മാനുവലി. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PDF എഡിറ്ററിലിട്ടിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ കൊടുക്കുന്നത്, അതുപോലെ ഫില്ല് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. രണ്ട് രീതിയിൽ കൊടുക്കാം. ഇനി അഡ്രസ്സ് നിങ്ങൾക്ക് കൂടുതലുണ്ട്, ഒരു PPF ഫോം മതിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു PPF ഫോം പ്രിന്റ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. മേ ബി റെഫറൻസ് കൂടുതൽ വെക്കുന്നവരുണ്ടാവും. UK വന്നതിന് ശേഷം 2 അഡ്രസ്സിനോ അതിന് കൂടുതലോ താമസിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാനും അതിലൊരാളാണ്. അപ്പം ഞാൻ 2 PPF ഫോം പ്രിന്റ് എടുത്തിട്ട് അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ PPF ഫോം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്താണ്, പാസ്പോർട്ട്, BRP, അതുപോലെ മറ്റ് ഡോക്യുമെന്റ്സ്, അഡ്രസ് പ്രൂഫ്, ബില്ല്, നമ്മളുടെ പേര് പാസ്പോർട്ടിലെയും ബില്ലിലെയും ഒക്കെ സെയിം അല്ലേ എന്നുള്ളത് ഉറപ്പാക്കുക. അങ്ങനെ അത് ഫിസിക്കലായിട്ടും കൊണ്ടുപോകണം, ഒറിജിനൽ കോപ്പിയും കൊണ്ടുപോകണം. അതിൻ്റെയൊക്കെ കോപ്പീസൊക്കെ പ്രത്യേകം ഒരു ഫയലിൽ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ അപ്ലിക്കേഷൻ ഫോമിലും PPF ഫോമിലും നമുക്ക് നമ്മുടെ ഫോട്ടോ വെക്കണം. അത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല, 2x2 സൈസിലുള്ള ഒരു സ്പെഷ്യൽ ഒരു ഫോട്ടോ ആണ് സംഗതി. അപ്പോൾ അതെടുക്കാനും ഈ ഫോട്ടോ കോപ്പി എടുക്കാനും പ്രിന്റ് ഔട്ടും PPF ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ PCCന്റെ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു ദിവസം പുറത്തേക്കൊക്കെ പോയി അതൊക്കെ പ്രിന്റ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ദിവസം മാറ്റി വയ്ക്കുക. അപ്പോൾ പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫയൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ഹോം പേജിൽ ഒന്ന് പോയിട്ട് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഒന്ന് നോക്കുക. അതിൽ ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്നുള്ളൊരു കോളം കാണും. അവിടെ അവർ പറഞ്ഞിട്ടുള്ള ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഞാൻ ഒരു 1.5 മാസം മുന്നാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിൽ നിന്നും സൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്കധികം മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയില്ല, എൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ച് വലിയ ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇല്ലയെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ ഒരു കാര്യം മാറ്റമുള്ളതെന്ന് വെച്ചാൽ ആരും അത് കമൻറ്റിൽ പറഞ്ഞായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഫീസ് അതല്ല നമ്മളുടെ നിന്ന് ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ ഡബിൾ ആയിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ 24 സംതിങ് എന്തോ ആണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയല്ല, അതിൻ്റെ ഡബിൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അത് മാത്രം ഒരു മാറ്റം എന്ന് പറയാനായിട്ട് എനിക്ക് ഓർമ്മയിലുള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് കണ്ടുപിടിക്കാം. അപ്പോൾ ചെക്ക് ലിസ്റ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഫയലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ഉറപ്പാക്കുക. അപ്പോയിൻമെൻറ്റ് നേരത്തെ എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് എപ്പോഴും നമ്മൾ നോർമലി പറയുന്നത് പോലെ കുറച്ച് നേരത്തെ മുന്നേ തന്നെ പോവുക, അവിടെ ചെന്ന് ഹാജരാവാൻ നോക്കുക നേരത്തെ തന്നെ. നമുക്ക് ആ ഹറിബറിയിൽ ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. ഓഫീസേഴ്സ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ തിരക്കിട്ടൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഹാപ്പി ആയിരിക്കില്ല. ഈ ഇമിഗ്രേഷൻ പോലൊക്കെ തന്നെ ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നേരത്തെ ഒക്കെ ചെന്ന് സമാധാനമായിട്ട് പ്രോസസ്സൊക്കെ സെറ്റ് ആവട്ടെ. അപ്പം ഫയലൊക്കെ റെഡിയാക്കിയതിന് ശേഷം അപ്പോയിൻമെൻറ്റ് ലെറ്ററും കൂടെ പ്രിൻ്റ് എടുക്കാൻ മറക്കരുത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഡോക്യുമെൻറ്റ്സ്, PCC ഫോം, PPF ഫോം ഇത്രയും പ്രിൻ്റ് എടുക്കുക. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്, അത് മറക്കരുത്. ആ ഫയൽ സെറ്റ് ചെയ്തതിന് ശേഷം
റിലാക്സ് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. അപ്പോയിൻമെൻറ്റ് എവിടെയാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടേക്ക് നമ്മുടെ ട്രാവൽ ചെയ്യാനുള്ള വഴിയും കൂടെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നോക്കിയുള്ളൂ. കാരണം എൻ്റെ ഒരു ചങ്ങായി, എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി എല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു, പക്ഷേ പോകേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ പോകുന്ന, നാളെയല്ലേ വെക്കേണ്ടതെന്ന് വെച്ചാൽ, അയ്യോ അതെ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമല്ലോ, അത് ഞാൻ ബുക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഇനി മറ്റൊരു ടെൻഷൻ വേണ്ട. അതുകൊണ്ടാണ്, അറിയാം നിങ്ങളെല്ലാം ചെയ്യുന്നു, എന്നാലും പെട്ടെന്നുള്ള ഒരു ടെൻഷനിൽ നമ്മളിതൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. സമ്മറൈസ് ചെയ്ത് പറയാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, നമ്മളുടെ കുറേ ഡോക്യുമെൻസിൻ്റെ ID കാർഡിൻ്റെ ഒക്കെ നമ്പർ നമുക്ക് ആവശ്യമുള്ളത് കളക്ട് ചെയ്യുക. നെയ്ബേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ റെഫറൻസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അടക്കം നമ്മൾ വാങ്ങിക്കുക. നമ്മളുടെ വീടുള്ള പോലീസ് സ്റ്റേഷൻ പരിധി ഏതാണെന്ന് അറിയുക. പിന്നീട് എന്താ വേണ്ടത്, PPF ഫോം കംപ്ലീറ്റ് ആക്കുക, PCC ഫോം കംപ്ലീറ്റ് ആക്കുക. പാസ്പോർട്ടിലുള്ള പോലെ തന്നെയല്ലേ നമ്മളുടെ എല്ലാ വിവരങ്ങളും ഫോമിൽ കൊടുത്തിട്ടുള്ളതെന്നുള്ളത് നോക്കുക. പിന്നെ PPF ഫോം മാനുവലിയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ആയിട്ടായാലും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. അത് സെറ്റാക്കുക. അതിനുശേഷം നമ്മളുടെ ഫോട്ടോ കോപ്പീസ് സെറ്റ് ചെയ്യുക. സ്പെസിഫിക് ഫോട്ടോ ആണ് ഇതിൽ വെക്കേണ്ടത്. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റിലുള്ള ഫോട്ടോ തന്നെയല്ലേ നമ്മളുടെ ഫോമിലുള്ളതെന്ന് ഉറപ്പാക്കുക. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോയാൽ ഏത് സ്ഥലത്താണെങ്കിലും ഓഫീസേഴ്സ് അത് അംഗീകരിക്കില്ല. ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. 10-12 പൗണ്ട് എന്തോ ആണെന്ന് തോന്നുന്നു, അവരെടുത്തൊക്കെ തരും. പക്ഷെ നമ്മൾ എല്ലാം റെഡിയാക്കി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഹെൽപ്പാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു ഫോട്ടോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ പുറമെ അത്ര ഇല്ല. 4 ഫോട്ടോ ഇങ്ങോട്ടോ കിട്ടും ഇവിടെ 12 പൗണ്ടിന്. അപ്പം നമ്മൾ തന്നെ അത് കയ്യിൽ എടുത്ത് വെക്കുന്നതായിരിക്കുമല്ലോ നല്ലത്, പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പം അവരും ഹാപ്പി, നമ്മളും ടെൻഷൻ ഫ്രീ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, നമ്മളുടെ പോകേണ്ട ട്രാവലും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കുക. അപ്പം ഫയലൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു PCC ഓൺലൈൻ പ്രോസസ്സ് നടക്കട്ടെ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ഡോക്യുമെന്റും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എഡിൻബ്ര എംബസിയിലും അതുപോലെ തന്നെ എംബസി എന്ന് പറയുന്നത് കറക്റ്റ് തന്നെ, എഡിൻബ്രയിലും മാഞ്ചസ്റ്ററിലുമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ 2 സ്ഥലത്തെയും എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും VFS ഓഫീസിൽ പോയിട്ട് അപ്പോയിൻമെന്റും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്താൽ അത് അറിയാനുള്ള കൗതുകം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കമന്റ് ബോക്സ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കുറെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് എനിക്കും കുറെ പുതിയ അറിവുകൾ കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID-യുടെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം. അപ്പം മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ സാധൂകരിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതാണ്. മാക്സിമം എനിക്ക് പറ്റാവുന്നവർക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ ഞാൻ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും PCC ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോക്കൊക്കെ വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. എല്ലാ മെസ്സേജസും എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്നുണ്ട്, എനിക്ക് ബ്ലഷ് ഒക്കെ വരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് മെസ്സേജസ്. എല്ലാ കമന്റും മെസ്സേജസ് ഒക്കെ മാക്സിമം ഞാൻ വായിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സജഷൻസിന് ഒത്തിരി നന്ദി. പേരെടുത്ത് ഞാൻ ഓരോരുത്തരെ പറയുന്നില്ല, കാരണം എല്ലാവരും ഓരോരോ രീതിയിലാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വലിയ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഒരു എനർജി തരുന്നുണ്ട്. പിന്നെന്താ, ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഇനിയും ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത്. അപ്പോൾ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.